ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വ്ളോഗാണ്. നമ്മൾ ഫാമിലി ആയിട്ട് കോഴിക്കോടേക്ക് പോണതിൻ്റെ വ്ളോഗാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരുന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. നമ്മളെ വീഡിയോ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് വിശന്നപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പോണത് ലുലു മാളിലേക്കാണ്. ലുലു മാൾ കോഴിക്കോട് പുതിയതായിട്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ ഉള്ളിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതേ ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടു കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫറുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ആയിട്ടും കോംബോ ഓഫറൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റൊക്കെ അത്യാവശ്യം നല്ല കുറവിന്, ചില സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഫ്രൈ പാൻക്കൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കോംബോ ആയിട്ടും വരുന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 1-2 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അത്തറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നെക്സ്റ്റ് പോയത്. അവിടുന്ന് 1-2 നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് 50% ഓഫ് നടക്കുന്ന ഒരു സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാണ്. അവിടെ അത്യാവശ്യം നല്ല അടിപൊളി സാധനങ്ങൾ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2-3-4 സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബെഡ്ഷീറ്റും ലോണ്ട്രി ബോക്സും നല്ല പാനും ഒക്കെ നമുക്ക് നല്ല ഓഫർ റേറ്റിന് കിട്ടുന്നുണ്ടായിരുന്നു. പില്ലോ കവറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കഴിക്കാൻ നമ്മൾ കോഴിക്കോടുള്ള മന്തി ഹൗസിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ അൽഫാം മന്തിയും അതുപോലെ തന്നെ ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് മാനാഞ്ചിറ സ്ക്വയർക്കാണ്. ഇപ്പോൾ ടൈം ഏകദേശം 3:15-3:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല തണലും നല്ല മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു അതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകും കേട്ടോ. നമ്മൾ ഒരു ദിവസത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് SM സ്ട്രീറ്റ് കാട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് SM സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് വന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ SM സ്ട്രീറ്റൊക്കെ. അപ്പോൾ ഇനി ഒരു പർദ്ദയുടെ ഷോപ്പൊക്കെ ആട്ടോ കയറുന്നത്. ഉമ്മാക്ക് പർദ്ദ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പർദ്ദയുടെ ഷോപ്പൊക്കെ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ടുള്ള പർദ്ദയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ബ്ലാക്ക് വേണമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ടോപ്പ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പൊക്കെ ആട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. 1-2 ടോപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ. അങ്ങനെ 2-3 കടയിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഇപ്പോൾ ഒരു ചെറിയൊരു ജ്യൂസ് കടയിൽ വന്നതാണ്. ഇവിടുന്ന് നമ്മൾ ഒരു നാരങ്ങ സോഡ വാങ്ങി കുടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പവാടിപ്പം നേർച്ചയ്ക്കാണേ. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ആ നേരത്തെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലത്തെ അപ്പങ്ങൾ മേടിച്ചിട്ട് നമ്മൾ പള്ളിക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിൽ തന്നെ കണ്ണപ്പം, കയ്യപ്പം, കാലപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വെറൈറ്റി അപ്പങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നേർച്ച ചെയ്തിട്ട് പള്ളിയൊക്കെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നേർച്ച ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡിലുള്ളത് ഇതുപോലെ ഇങ്ങനെ അപ്പങ്ങൾ വിൽക്കുന്ന കടകളാട്ടോ. പിന്നെ ഇതുപോലത്തെ സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന കടകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അലുവൻഡാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റുള്ള സ്വീറ്റാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ശർക്കര ജിലേബി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതേ അപ്പവാണിമ്പോൾ നേർച്ചന്ന് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. നമ്മളിത് ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മളൊരു 6:30 ആവുന്ന സമയത്താണ് കേട്ടോ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ അത്യാവശ്യം കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതേ ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഐശ്വര്യതി മേടിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഐശ്വര്യതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ച് നമ്മളിതേ കടലിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. അവിടെ തന്നെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ നമ്മൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരുപാട് കടികളുണ്ട് കേട്ടോ. കല്ലുമ്മക്കായ പൊരിച്ചത്, ബോണ്ട, പഴംപൊരി, മുളക് ബജി, കോളിഫ്ലവർ ബജി, പിന്നെ ഗ്രീൻ പീസിൻ്റെ മിക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കല്ലുമ്മക്കായ പൊരിച്ചതും പിന്നെ ഗ്രീൻ പീസിൻ്റെ മിക്സും ആണ് കേട്ടോ. പിന്നെ കട്ടൻ ചായ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ അടിപൊളിയായിരുന്നു. പുതിനയുടെ ഇല ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതേ കുറച്ച് നടക്കുകയാണ്. കുറച്ചും കൂടെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കോഴിക്കോട് നിന്ന് എഴുതിയിട്ടുള്ള സ്പോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ചും കൂടെ നടക്കുക കേട്ടോ. അങ്ങനെ ദേ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്കിവിടെ 3-4 റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ കോഴിക്കോട്. അപ്പോൾ അവരെ വീട്ടിൽ കൂടെ ഒന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരെ വീട്ടിലേക്ക് പോണ വ്ളോഗൊന്നും ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത് അവരെ വീട്ടിലേക്കൊക്കെ പോണതിൻ്റെ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പിന്നെ ഇൻക്ലൂഡ് ആക്കാണ്ടിരുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 3 റിലേറ്റീവിൻ്റെ വീടാട്ടോ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ കയറി വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മളിനി നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോണ വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ലോണം ടയേർഡായി. അപ്പോഴത്തേക്കും ചെറിയൊരു തട്ടുകട കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കട്ടൻ ചായയും മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഓംലേറ്റും ആട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. രാവിലെ മുതൽ രാത്രി വരെയുള്ളൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം. താങ്ക്